നമസ്കാരം. സാക്ഷി ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സാക്ഷി ടി വിയിൽ ഇപ്പോൾ അതിഥിയായി എത്തുന്നത് CPIM ചടയമംഗലം ഏരിയ കമ്മിറ്റി മെമ്പർ ശ്രീ ഡി സന്തോഷ് അവர்களാണ്. നമസ്കാരം. നമസ്കാരം. നമ്മൾ ചടയമംഗലത്തുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നു. മറ്റൊന്നുമല്ല, ഗുരുചന്ദ്രിക ഇടായി ടൂറിസത്തിന് ഗുരുചന്ദ്രികയിൽ നിന്നും വിനോദ നികുതി പഞ്ചായത്തിന് ഈടാക്കാം അല്ലെങ്കിൽ അടയ്ക്കണം എന്നൊരു ഉത്തരവ് കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്താണ് പറയാൻ? അല്ല, ഈ പറയുന്ന ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന് 10% നികുതി പിരിക്കാമെന്ന ഒരു ഓർഡർ ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് കിട്ടുന്നത്. അത് ഇവിടുത്തെ പൊതുപ്രസ്ഥാനങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിലെ സമീപ പ്രദേശത്തുള്ള എല്ലാവർക്കും വലിയൊരു സന്തോഷ വാർത്തയാണ്. അതുമായി ബന്ധപ്പെട്ട് ചടയമംഗലം പഞ്ചായത്തിന്റെ വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ മുന്നോട്ട് പോകാൻ കഴിയും. ഇത് തന്നെ ഈ 2018 ആ പ്രളയ സമയത്താണ് ഇതിന്റെ ഉദ്ഘാടനം തീരുമാനിച്ചത്. ആ വലിയ പ്രളയമായതുകൊണ്ട് അന്ന് മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ സഖാവാണ് ഉദ്ഘാടനം തീരുമാനിച്ചത്. പക്ഷെ ആ പ്രളയവുമായി ബന്ധപ്പെട്ടത് മാറ്റി. അന്ന് ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ തന്നെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആണ് ഈ മുല്ലയ്ക്കര സഖാവ് മന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ് BOT വ്യവസ്ഥയിൽ ഇത് ശ്രീ രാജീവ് അഞ്ചലിനെ ഈ പദ്ധതി ഏൽപ്പിക്കുന്നത്. പുള്ളി ആ ജടായു ഷിപ്പ് ഉൾപ്പെടെ പണിയെല്ലാം പൂർത്തീകരിച്ചില്ലെങ്കിലും അതിൻ്റെ അകത്ത പണികൾ തിയേറ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പണി പൂർത്തീകരിച്ചിട്ടില്ലെങ്കിലും സംഗതി അതിൻ്റെ ഉദ്ഘാടനം നടത്തി നല്ല രീതിയിൽ ജനങ്ങൾ ഇഷ്ടം പോലെ വരുന്ന ഒരവസ്ഥയാണ്. അത് കഴിഞ്ഞ് ഈ GSTയുമായി ബന്ധപ്പെട്ട് 28% GST ചുമത്തിക്കൊണ്ടിരുന്നത്. അതിൽ 2024 ജനുവരിയിലാണ് ഒരു ഓർഡറിലൂടെ അത് 18 കുറയ്ക്കുകയും 10% പഞ്ചായത്തുകൾക്ക് വിനോദ നികുതി ഏർപ്പെടുത്താം എന്ന രീതിയിലേക്ക് വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ 2024 ഈ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ LDF ഉൾപ്പെടെ ആലോചിച്ചുകൊണ്ട് അന്നത്തെ സംസ്ഥാന സർക്കാരിനെയും ടൂറിസം മന്ത്രിയും പല രീതിയിൽ കണ്ടെങ്കിൽ പോലും അതിന്റെ വലിയ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് നമുക്ക് ഒരു ഓർഡറായി കിട്ടാൻ കുറേ തടസ്സങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും വലിയൊരു തടസ്സം ഇവർ കൊടുത്തിരിക്കുന്നത് ഇത് തീർത്ഥാടന കേന്ദ്രം എന്ന രീതിയിലാണ് ഇത് ഈ ഗുരുചന്ദ്രിക കൊടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അതിന്റെ പേപ്പർ വർക്കുകളെല്ലാം ക്ലിയറാക്കാൻ വേണ്ടി അതിന്റെ കൂടെ വലിയ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇപ്പോൾ അന്നേരത്തേക്ക് പുതിയ ഭരണസമിതി വന്നു. സഖാവ് സുദേവൻ പ്രസിഡന്റായിട്ടുള്ള ഭരണസമിതി. ആ പ്രവർത്തനം വീണ്ടും നല്ല ശക്തിയായി, സുദേവൻ വന്നതിന് ശേഷം കൂടുതൽ ശക്തിയായി ആ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഈ പുതിയ സർക്കാർ വന്നപ്പോഴും അതിന്റെ പ്രവർത്തനം തുടർച്ചയായി നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പോഴത്തെ ടൂറിസം മന്ത്രിയെ കണ്ട്, മുഖ്യമന്ത്രി ഉൾപ്പെടെ കണ്ട്, അത് ടൂറിസം ഡയറക്ടർ ഉൾപ്പെടെ പഞ്ചായത്തിന്റെ ഭാരവാഹികളെ വിളിച്ച് ചർച്ച നടത്തി. അതിനുശേഷവും ഇവര് പോയി മന്ത്രിയെയും മുഖ്യമന്ത്രിയും സന്ദേശ സ്വർണ്ണ വകുപ്പ് മന്ത്രി എല്ലാം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ വലിയ സമ്മർദ്ദം സഖാവ് സുദേവൻ വലിയ ശ്രമം അതിനകത്ത് നടത്തിയിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഇന്നലെ നമുക്ക് ഓർഡർ വന്നത്. ആ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് അതിന്റെ നടപടിക്രമങ്ങളെല്ലാം ഇന്ന് പഞ്ചായത്ത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നേരത്തെ തന്നെ ഒരു ചർച്ചയിൽ, തിരുവനന്തപുരത്ത് വെച്ച ഒരു ചർച്ചയിൽ ശ്രീ രാജീവ് അഞ്ചല് ഒരു ഉത്തരവുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രശ്നവുമില്ല, ഞാൻ നികുതി അടച്ചോളാം എന്ന രീതിയിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി പുള്ളി മാറി പറയുന്നില്ലെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഈ നാട്ടിൽ വലിയ സന്തോഷ വാർത്തയാണ്. നാട്ടിലെ വികസനത്തിന് ഇത് വലിയൊരു മുൻകരുതലാവും. അതനുസരിച്ച് പുള്ളിയും കൂടെ സഹകരിച്ചുകൊണ്ട് നിയമാനുസൃതമുള്ള ഈ 10% നികുതി കൊടുക്കാനുള്ള ഒരു സംവിധാനത്തിൽ മുമ്പോട്ട് പോകണം. സാധാരണ പുള്ളിയുടെ സ്വഭാവം അനുസരിച്ചാണെങ്കിൽ എല്ലാത്തിനും കേസാണല്ലേ. അവിടെ നിക്ഷേപകരുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിഷയങ്ങളുണ്ട്, നമ്മളെല്ലാം ചർച്ച ചെയ്തിട്ടുള്ളത്. അതിലേക്കൊന്നും നമ്മൾ കടക്കേണ്ട കാര്യമില്ല. നാട്ടിലെ ജനത്തിന്റെ പൈസ മേടിച്ച് അവര് ഷെയർ ഇട്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. ഇപ്പൊ കേസും കാര്യങ്ങളും എല്ലാം നടക്കുകയാണ്. ആ കേസെല്ലാം ഒഴിവാക്കി ഇതൊരു നല്ല രീതിയിൽ ആ ജടായുവിന്റെ ശില്പം ഉൾപ്പെടെ പണി പൂർത്തീകരിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 10,000-കണക്കിന് ആൾക്കാർ ദിവസം വരുന്ന ഒരു നിലയിലേക്ക് ഇത് മാറും. വലിയ മാറ്റം വരും. തുടർന്നും അതോടൊപ്പം തന്നെ അവിടുത്തെ തൊഴിലാളികൾ നിയമാനുസൃതം പുള്ളി കൊടുത്തിരിക്കുന്ന അവിടെ 10 തൊഴിലാളിയോ 15 തൊഴിലാളിക്ക് അകത്തേ ഉള്ളൂ. അതല്ല, അവിടെ 10, 45, 50 തൊഴിലാളികൾ സ്ഥിരമായിട്ട് അവിടെ ഉണ്ട്, അല്ലാതെ ഉണ്ട്. ആ തൊഴിലാളികളുടെ കാര്യത്തിൽ തന്നെ പല പ്രാവശ്യം സമരമെല്ലാം നടന്ന് ബോണസ് കൊടുക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ആ ബോണസ് നമ്മൾ വലിയ സമരം നടത്തി കുറച്ച് ബോണസ് വെച്ചിപ്പോൾ കൊടുക്കുന്നുണ്ട്. തൊഴിലാളികളെ രാവിലെ 8 മണിക്ക് കയറി കഴിഞ്ഞാൽ രാത്രി 8 മണി 9 മണിക്ക് ഇറങ്ങുന്ന തൊഴിലാളികൾക്ക് ഒരു തുച്ഛമായ ശമ്പളമുള്ളൂ. അതിലൊരു മാറ്റം വരുത്തണം എന്ന രീതിയിൽ നമ്മൾ വലിയ സമരവും കാര്യങ്ങളിലേക്ക് പോയി വലിയ ചർച്ചകളും എല്ലാം നടത്തി വലിയ
പിന്നെ കളക്ട്രേറ്റിലും അതോടൊപ്പം തന്നെ RDO സാന്നിധ്യത്തിലും എല്ലാം ചർച്ച നടത്തിയിട്ട് പോലും പരിഹരിക്കാനൊക്കാത്തൊരവസ്ഥ. അവസാനം തൊഴിലാളികളെല്ലാം പണിമുടക്കും എന്ന രീതിയിൽ വന്നപ്പോഴാണ് തലേന്ന് ചർച്ച നടത്തി ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് പോലും അതിൽ നിന്നും പുറകോട്ട് പോകുന്ന ഒരു അവസ്ഥ ഇപ്പോഴും പിന്നെ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് തുടർന്ന് നമ്മൾ ഈ വികസന പ്രവർത്തനത്തിന് നാട്ടിൽ വരുന്ന ഒരു വലിയ സംരംഭം എന്ന നിലയ്ക്ക് നാട്ടിൽ ഈ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ആൾക്കാർ വരുന്നത് വലിയൊരു സന്തോഷ വാർത്തയാണ്. അത് നമ്മളെ നാട്ടിനും കൂടി വലിയൊരു പ്രയോജനം വരുന്ന രീതിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഇതൊരു മുതൽക്കൂട്ടാവും, വലിയൊരു സന്തോഷമുള്ളതാണ്. അതനുസരിച്ച് മാനേജ്മെന്റ്, ഗുരുചന്തിരിയുടെ മാനേജ്മെന്റും ശ്രീ രാജീവ് അഞ്ചലും ചടയമംഗലത്തെ ഇത് പരിഗണിച്ചുകൊണ്ട് പിന്നെ ഈ നികുതി കൊടുത്ത് ഈ പിന്നെ പ്രസ്ഥാനവും പഞ്ചായത്തും എല്ലാം ഒരേ രീതിയിൽ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഒരു വലിയ പ്രശ്നം അത് കോളുകളിൽ നിന്ന് കേട്ടതാണ്. ഒരിക്കൽ തന്നെ താങ്കൾ തന്നെ നമ്മളോട് പറഞ്ഞതാണ്, അങ്ങനെ ഉള്ള ഒരു വാർത്ത ശരിയല്ല എന്ന് പോലും നമ്മളോട് പറഞ്ഞതാണ്. എന്നാൽ ഒന്ന് ചോദിക്കുകയാണ്, പാർട്ടിയുടെ പിന്തുണ ഏത് പഞ്ചായത്ത് പ്രസിഡന്റിന് ലഭിച്ചിട്ടില്ലെന്ന് ചില കേന്ദ്രങ്ങൾ, ചില സംസാരങ്ങൾ വരുന്നു, ചില സ്ഥലങ്ങളിൽ ചില കോണുകളിൽ നിന്നൊക്കെ ഉണ്ടാകും. അദ്ദേഹത്തെ പാർട്ടി പിന്തുണച്ചിട്ടില്ല ഈ വിഷയം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാത്തില്ല. പഞ്ചായത്തിന്റെ ഭരണത്തിലായാലും സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണത്തിൽ ഏത് ഭരണരംഗത്തും പാർട്ടി LDF എന്ന നിലയ്ക്ക് ആലോചിച്ച് LDFന്റെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലെ ഏത് കാര്യങ്ങളിൽ കൂടുതലും ജനകീയമായി നടത്തുന്ന ചില കാര്യങ്ങളിൽ അത് പഞ്ചായത്തിന്റെ ഒരു പൊതുവായ പ്രവർത്തനം വരപ്പോൾ LDF ആലോചിച്ചു. നമ്മൾ ഈ 2024 ജനുവരിയിൽ ഓർഡർ വന്നതിന് ശേഷം ഞാൻ സൂചിപ്പിച്ചതാണ്, LDF എന്ന നിലയ്ക്ക് ആലോചിച്ച് കുറേ നടപടിക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്നേരമാണ് ഇത് പിന്നെ തീർത്ഥാടന കേന്ദ്രം എന്ന രീതിയിൽ വ്യാജേനയാണ് കൊടുത്തിരുന്നത്. അത് മാറ്റം വരുത്താൻ വേണ്ടി കുറേ ശ്രമങ്ങൾ നടത്തി മാറി വന്നതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പുതിയ പഞ്ചായത്ത് ഭരണസമിതി വന്നു. ആ പഞ്ചായത്ത് ഭരണസമിതി വന്നപ്പോഴും നമ്മൾ ആലോചിച്ച് നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തു. ആ നിർദ്ദേശത്തിന്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് പുള്ളി പിന്നെ കൃത്യമായും ആ ഫോളോ അപ്പ് ചെയ്ത് മുമ്പോട്ട് പോയത്. അതോടൊപ്പം തന്നെ നടത്തുമ്പോൾ തന്നെ ആ ഗുരുചന്തിരിയുടെ മാനേജ്മെന്റിന്റെ ആൾക്കാർ പഞ്ചായത്തിൽ ഒന്ന് വെല്ലുവിളിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അങ്ങ് നികുതി പഠിക്കാൻ അങ്ങ് വന്നാലേ തന്നുകളയാം എന്ന രീതിയിൽ വരെ പറയുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിലും പഞ്ചായത്തും പ്രസിഡന്റിനും എപ്പോഴും പഞ്ചായത്തിന് പാർട്ടിയുടെ നല്ല പിന്തുണയുണ്ട്. ആ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് സഖാവ് സുധേവ് ഇതെല്ലാം ചെയ്യുന്നത്. ഒറ്റയാൻ പോരാട്ടമൊന്നുമല്ല, LDFന്റെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ പ്രസിഡന്റ് നിലയ്ക്ക് വലിയൊരു ശ്രമം സഖാവ് സുധേവ് നടത്തിയിട്ടുണ്ട്. അല്ലാതെ പാർട്ടി ഒരു ഭാഗത്തും പിന്നെ പഞ്ചായത്ത് വേറൊരു ഭാഗത്തുനിന്നും ഇന്നേ വരെ ചടയമംഗലം ചരിത്രത്തിൽ പോയിട്ടില്ല, അങ്ങനെ പോകാൻ നോക്കില്ല. അതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ. ജഡായു ടൂറിസവുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങളിൽ എപ്പോഴും ഇടപെടുന്ന ഒരാളാണ്. ഒരു ഏരിയ കമ്മിറ്റി അംഗം എന്ന നിലയിൽ മാത്രമല്ല, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും അവിടുത്തെ എല്ലാ കാര്യങ്ങളും ബന്ധപ്പെടുന്ന ഒരാളാണ് താങ്കൾ. ഈ ഗുരുചന്ദ്രികയുടെ ഒരു ഡയറക്ടറുടെ ഒരു സ്വഭാവം, കാര്യങ്ങൾ ഒരു തീരുമാനത്തിലെത്തും എന്ന് കണ്ട് അഥവാ തീരുമാനത്തിലെത്തിച്ചു എന്ന് വെച്ചാൽ തൊട്ടടുത്ത നിമിഷം അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സ്വഭാവ രീതി അദ്ദേഹത്തിൽ കണ്ടുവരാറുണ്ട്. നമ്മുടെ ഈ പഞ്ചായത്തിന്റെ നികുതി അടയ്ക്കുന്ന കേസിൽ അദ്ദേഹം ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ എന്തായിരിക്കും അടുത്ത പോൻ വഴി പാർട്ടിയുടെയും പ്രസിഡന്റിന്റെയും? ഇല്ല, അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ പല കാര്യത്തിലും കോടതിയിൽ പോലും വെളിയിൽ വെച്ച് സംസാരിച്ച് ധാരണയായിട്ട് പലപ്പോഴും തെറ്റുന്നൊരവസ്ഥ വന്നു. ഇവിടെ തന്നെ യൂണിയന്റെ നേതാവ് എന്ന നിലയ്ക്ക് ഞാൻ പല പ്രാവശ്യം നമ്മൾ ചർച്ച നടത്തി ഒരു തീരുമാനം എടുത്താൽ പോലും പുള്ളി പിറകോട്ട് പോകുന്ന ഒരു അവസ്ഥ പല പ്രാവശ്യം കാണും. ഇപ്പോൾ തന്നെ ഈ നികുതിയായി ബന്ധപ്പെട്ട് 10% പിന്നെ പഞ്ചായത്തിൽ പിരിക്കാം എന്ന രീതിയിൽ ഓർഡറും എല്ലാം ഉണ്ട്. എൻ്റെ പുള്ളിയുടെ ഒരു കണ്ടു തുടങ്ങി അന്ന് മുതലുള്ള ഒരു പിന്നെ ഏകദേശം പിന്നെ പുള്ളി ഏതെങ്കിലും ഒരു അവസരം കിട്ടാമെങ്കിൽ അത് കോടതിയെ പറ്റി അത് സമീപിക്കാൻ സാധ്യതയുള്ളത്. എവിടെ സമീപിച്ചാലും ശരി, ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എവിടം വരെ പോയാലും അദ്ദേഹം നന്ദി അറിയിക്കുന്നു. നമുക്ക് വീണ്ടും